പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെർച്വൽ അറസ്റ്റിൽ ആണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വൃദ്ധ ദമ്പതികളിൽ നിന്നും 1,40,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കീഴ്വായ്പൂർ പോലീസ് പിടികൂടി. ഗുജറാത്ത് ആനന്ദ്നഗർ ജില്ലയിൽ കൽവാഡിയ സ്വദേശി ആനന്ദ് സബായ് 32 അറസ്റ്റിലായത്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 18/11/2025 അജ്ഞാത ഫോണിൽ നിന്നും മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നുമാണെന്ന് പറഞ്ഞ് വൃദ്ധ ദമ്പതികളെ വിളിച്ചിട്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റാണെന്നും നിങ്ങളുടെ പേരുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് കുട്ടികളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിനെതിരെ ആളുകൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിലേക്ക് ചെമ്പൂർ പോലീസ് സ്റ്റേഷൻ ജാമ്യം എടുക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി പല തവണകളിലാണ് പണം തട്ടിച്ചെടുക്കുകയായിരുന്നത്. പല തവണകളായി 1,40,00,000 രൂപയാണ് തട്ടിയെടുത്തത്. വീണ്ടും 30 ലക്ഷം രൂപ കൂടി അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പണം അയക്കാനായി ഫെഡറൽ ബാങ്കിൽ എത്തിയ സമയം ബാങ്കിൻ്റെയും പോലീസിൻ്റെയും ഇടപെടൽ മൂലം പണം അയക്കുന്നത് തടയുകയായിരുന്നു. സംഭവത്തിന് കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേഷ് കുമാർ ആർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതി സമാന സംഭവവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ കേസിൽ ഗുജറാത്തിലെ മോർബി സബ് ജയിലിൽ കഴിഞ്ഞു വരുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലേക്ക് പ്രതിയെ കോടതിയുടെ അനുമതിയോടെ ഗുജറാത്തിലെ മോർഫി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ഉത്തരവ് വാങ്ങി പ്രതിയെ കസ്റ്റഡിയെടുത്ത് കേരളത്തിൽ എത്തിക്കുകയായിരുന്നു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ IPS നിർദ്ദേശപ്രകാരം കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ എസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നെവിൻ, റമീസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ ഗുജറാത്തിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തത്. തുടർന്ന് നാട്ടിലെത്തിച്ച് അന്വേഷണ ശേഷം പ്രതിയെ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം പ്രതിയെ തിരികെ ഗുജറാത്തിൽ മോർബി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായി പോലീസ് അറിയിച്ചു.